ഹായ്, പ്ലസ് ടു എല്ലാ കുട്ടികൾക്ക് നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ നമ്മൾ എക്സാമിനെല്ലാം പഠിച്ച് തീർന്നു. ഓക്കെ, എല്ലാം ക്ലിയറായി, മൊത്തം നോക്കിയിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഓർഗാനിക്കിന് 25 മാർക്കിൻ്റെതും 10 മാർക്കിൻ്റെതും 12 മാർക്കിൻ്റെതും 8-ൻ്റെതും 1 മാർക്കിൻ്റെതും 1 മാർക്ക് ക്വസ്റ്റ്യൻസും എല്ലാം നോക്കിക്കഴിഞ്ഞു. എക്സാമിൻ്റെ തലേന്ന് വെറുതെ ഇരിക്കില്ലേ, അല്ലെങ്കിൽ ടെൻഷനായിരിക്കും. ടെൻഷൻ മാറ്റാനായിട്ട് ഞാനൊരു കാര്യം പറയാൻ പോവാണ്. കുറച്ച് ടോപ്പിക്സ് അത് നമ്മൾ എക്സാമിൻ്റെ തലേന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക, അല്ലെങ്കിൽ എക്സാമിന് പോകുന്ന ടൈമിൽ. അപ്പം എക്സാമിൻ്റെ തലേന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ടോപ്പിക്സ് പറയാൻ പോവാണ്. വായിച്ചു വെച്ച ഓർമ്മയിൽ പോയി എഴുതുക, കാണാതെ പഠിച്ച് ടൈം കളയണ്ട. അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ടോപ്പിക്ക്. ഓക്കെ, അപ്പം എക്സാമിൻ്റെ തലേന്ന് പഠിക്കാനായിട്ട് മസ്റ്റ് വ്യൂ ടോപ്പിക്കാണ്. അതായത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ പോകണം. എക്സാമിൻ്റെ തലേന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടെൻഷനായിരിക്കും. ആ സമയത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ടെൻഷൻ ഒന്നിനും പറയരുത്, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാക്സിമം ടോപ്പിക് എല്ലാം തന്നിട്ടുണ്ട്, എല്ലാ വഴിയും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മാർക്കിൻ്റെ ചോർച്ച ഉണ്ടാകത്തില്ല, അത് വിട്ടേക്കുക. പിന്നെ ലാസ്റ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ഇന്നതൊക്കെയാണ് എന്ന്, കാരണം മുമ്പേ പഠിച്ചിട്ട് നിങ്ങൾ മറന്നു, അപ്പോൾ എന്തായാലും നിങ്ങൾ വീണ്ടും നോക്കണം. അതിനേക്കാളും നല്ലത് എക്സാമിൻ്റെ തലേന്നോ രാവിലെ എണീറ്റോ ആ സമയത്തൊന്ന് നോക്കിയേക്കാം. ടോപ്പിക് ഇതൊക്കെയാണ്. ഒന്ന്, ഓസ്മോട്ടിക് പ്രഷർ. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് അറിഞ്ഞിരിക്കുക. ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക്, ഹൈപ്പർട്ടോണിക്. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ബേസിൽ ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ ഐസോട്ടോണിക്, എക്സാമ്പിൾ ഡിഫറൻറ്റ് ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ ഹൈപ്പോട്ടോണിക് അല്ലെങ്കിൽ ഹൈപ്പർട്ടോണിക്. പഠിച്ചു വെച്ചേക്കുക. റിവേഴ്സ് ഓസ്മോസിസ് ആപ്ലിക്കേഷൻ. എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? സോൾവെൻ്റ് പാർട്ടിക്കിൾസ് സൊല്യൂഷനിൽ നിന്ന് മറ്റേ സോൾവെൻറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ ഡീസലിനേഷൻ ഓഫ് സീ വാട്ടർ. പഠിച്ചു വെച്ചേക്കുക, ഓർത്ത് വെച്ചാൽ മതി. കാരണം ഇപ്പം പഠിച്ചാൽ നിങ്ങൾ മറന്നു. ഇപ്പോൾ എക്സാമിൻ്റെ തലേന്ന് നോക്കിയേക്കുക. ഫാരഡേസിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ. ഫാരഡേസിൻ്റെ ഫസ്റ്റ് ലോ അറിയാമല്ലോ, മറ്റേ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ഇഫ് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ടു ദ സൊല്യൂഷൻ, ദെയർ റേഷ്യോ ഓഫ് വെയിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇക്വലന്റ് വെയിറ്റ്. സെക്കൻഡ് ലോ, ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ ഒന്ന് വായിച്ചു വെച്ചേക്കാം, ഇക്വേഷനും കൂടെ എഴുതിയേക്കാം. പിന്നെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, വാലൻസ് ബോണ്ട് തിയറി, വെർണേഴ്സ് കോർഡിനേഷൻ തിയറി, ഇതിൻ്റെ ഒരു പോസ്റ്റ്ലേറ്റ്സ് ഒരു 4 വീതം. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഒരു 4 പോസ്റ്റ്ലേറ്റ്സ്. വാലൻസ് ബോണ്ട് തിയറിയുടെ തിയറി എന്താണ്, അതാണ് പോസ്റ്റ്ലേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, 4. വെർണേഴ്സിൻ്റെയും ഒരു 4. അത് കൂടാതെ അവരുടെ ലിമിറ്റേഷനും, വെർണേഴ്സിൻ്റെയും വാലൻസ് ബോണ്ട് തിയറിയുടെ ഒക്കെ ലിമിറ്റേഷൻ ഒരു 3. അപ്പം 4 തിയറി എന്താണെന്നുള്ള പോയിന്റ്സും 3 അതിൻ്റെ ലിമിറ്റേഷൻ. അതിനുശേഷം ഫീനോൾ ഫ്രം ക്യുമീൻ. ക്യുമീനിൽ നിന്ന് ഫീനോളിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ക്യുമീൻ ഇതാണ് ക്യുമീൻ. ബെൻസീറിങ്, CH3 ഇതാണ് ക്യുമീൻ. ഇതിനകത്ത് നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്യുന്ന ഓർമ്മയുണ്ടോ? ഇവിടെ രണ്ടിടത്ത് O വരും, ഇങ്ങനെ ആവും. CH3OOH. ഓക്സിജൻ ഇതിൻ്റെ ഇടയ്ക്ക് കയറും. എന്നിട്ട് ഇത്ര എലിമിനേറ്റ് ചെയ്ത് പോകും. CH3CO അസറ്റോൺ എലിമിനേറ്റ് ചെയ്ത് പോകും. പിന്നെ എന്താവും? ബെൻസീറിങ്ങിനകത്ത് എന്ത് വരും? OH വരും. ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ഫ്രം ക്യുമീൻ. അത് നമുക്ക് 2-3 വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് വ്യൂ മതി. കാരണം ഇപ്പോഴേ പഠിച്ച് കുറേ എണ്ണം കിടക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുറേ എണ്ണം കിടക്കുമ്പോഴത്തേക്ക് ഒരു വട്ടമൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തിനാണ് വെറുതെ. അപ്പോൾ അത് ലാസ്റ്റ് നിമിഷം എല്ലാം പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ടൈം ഉണ്ടെങ്കിൽ തലേന്ന് രാത്രിയിൽ എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ നോക്കിയേക്കാം. അടുത്തത് DDT ഒരു പ്രിപ്പറേഷൻ നമുക്കുണ്ട്. അത് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കാം. DDTയുടെ എന്താണ് DDT എന്നുള്ളത് ഫുൾ ഫോം എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, പിന്നെ റിസംബ്ലൻസ് റിയാക്ഷൻ ആൻഡ് ഡിസ്റ്റിങ്വിഷ് റിയാക്ഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ആൽഡിഹൈഡും കീറ്റോണും തമ്മിലുള്ള റിസംബ്ലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും ഒരേ കണക്ക് തരുന്ന റിയാക്ഷനും 2 പേരും ഒരേ കണക്ക് തരാത്ത റിയാക്ഷനും. ഓക്കെ, 2 പേരും ഒരേ കണക്ക് തരുന്ന റിയാക്ഷൻ നമ്മുടെ HCN-ഉമായിട്ടുള്ള റിയാക്ഷനാണ്. HCN അല്ലെങ്കിൽ NH2OH. ഇവിടെ 2 പേരുമായിട്ട് ആൽഡിഹൈഡും കീറ്റോണും റിയാക്ട് ചെയ്യും. HCN-ഉമായിട്ട് റിയാക്ട് ചെയ്താൽ സയാനോഹൈഡ്രൻ, അത് ആൽഡിഹൈഡും തരും കീറ്റോണും തരും. NH2OH-ആയിട്ട് റിയാക്ട് ചെയ്താൽ ഓക്സൈഡ്, അത് ആൽഡിഹൈഡും തരും കീറ്റോണും തരും. അപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും ഇത് തരും. പിന്നെ ആൽഡിഹൈഡ് കീറ്റോണും തരാത്ത റിയാക്ഷൻ, അത് ഡെഫിനറ്റ്ലി ആൽഡിഹൈഡിനെ കീറ്റോണും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാ? നമ്മുടെ ഫെഹിലിംഗ് ടെസ്റ്റും ടോളറൻസ് ടെസ്റ്റും. ഇത് രണ്ടും ആരെ തരുത്തുള്ളൂ? ആൽഡിഹൈഡെ തരുത്തുള്ളൂ. ആര് തരുത്തില്ല? കീറ്റോൺ തരുത്തില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന 2 പേരും നമ്മൾ റിസംബ്ലൻസിൻ്റെ ഒരു റിയാക്ഷൻ എഴുതുക, ഡിസ്റ്റിങ്വിഷ് ചെയ്യാനോ റിയാക്ഷൻ തിരിച്ചറിയാം. 2 പേരും പരസ്പരം തിരിച്ചറിയാനോ റിയാക്ഷൻ എഴുതുക. 2 പേരും ഒരേ കണക്ക് തരുന്ന റിയാക്ഷനും എഴുതുക. ഒരേ കണക്ക് തരുന്നത് HCN-ഉം NH2 ആയിട്ടുള്ള റിയാക്ഷനാണ്. പിന്നെ ഒരേ കണക്ക് തരാത്തത് ആൽഡിഹൈഡ് മാത്രം തരും, ടോളറൻസും ഫെയിലിങ്ങും കീറ്റോൺ തരത്തില്ല. പിന്നെ ഡയഫർട്ടൈസേഷൻ.
മറ്റേ അനിലീൻ NaNO2 HCl-ലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് മുകളിൽ N2Cl വരും, ഡൈസോട്ടൈസേഷൻ. എന്താണ് ഡൈസോട്ടൈസേഷൻ എന്ന് ഒരുപാട് വട്ടം ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകും. അതിന് 2-3 റിയാക്ഷനോടെ നോക്കി വെച്ചേക്ക്, നമ്മുടെ അമീൻസിൽ പഠിക്കുന്നത്. പിന്നെ DNA RNA അറിയാമല്ലോ, DNA എന്താണ് RNA എന്താണ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ക്ലാസിഫിക്കേഷൻ. പിന്നെ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്താണ്, ബിയുടെ എന്താണ്, സിയുടെ എന്താണ്, B2ൻ്റെ എന്താണ്, ആ ഡെഫിഷ്യൻസിയും കൂടെ പഠിച്ചു വെച്ചേ. ഇത് അവസാന നിമിഷം നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. അവസാന നിമിഷം ഒന്ന് വായിച്ചിട്ട് പോവുക. കാരണം നമുക്കിത് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. പലതും ഒരു വട്ടം ചോദിച്ചു പിന്നെ ചോദിച്ചിട്ടില്ല. ഈ ക്യുമീൻസിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒരു വട്ടമേ ചോദിച്ചിട്ടുള്ളൂ, പിന്നെ ചോദിച്ചിട്ടില്ല അത്. പിന്നെ അത് അഥവാ ഒരു വട്ടം ചോദിച്ചതുകൊണ്ട് ഇനി അവർക്ക് ഇപ്രാവശ്യം എടുക്കാൻ താല്പര്യം തോന്നിയാലോ എന്ന് വെച്ചിട്ട് ആ മാർക്കും കൂടെ പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇതും കൂടെ നിങ്ങൾക്ക് ഒപ്പിച്ച് തന്നത്. പിന്നെ ഇതിനൊക്കെയാണ് ഈ ഡൈസോട്ടൈസേഷൻ ഒരു മാക്സിമം പോലെ 2 വട്ടം, ഞാൻ 2 വട്ടേ ക്വസ്റ്റ്യനകത്ത് കണ്ടിട്ടുള്ളൂ ഇത്രയും വർഷമായിട്ട്. പിന്നെ ഇത് ഒരു ഓസ്മോട്ടിക് പ്രഷർ ഒരു 3-4 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഐസോട്ടോണിക് ഹൈപ്പോട്ടോണിക് ഭയങ്കര കുറവാണ്. റിവേഴ്സ് ഓസ്മോസിസ് 2 വട്ടം. ഫാരഡേസിൻ്റെ ഫസ്റ്റിലോ സെക്കൻഡിലോ 2-ൽ താഴെയാണ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അതും ഒരു 3-4 വട്ടം. പിന്നെ ഫീനോൾ ഫ്രം ക്യൂമിൻ അത് 1 വട്ടം ചോദിച്ചിട്ടുള്ളൂ. DDT 2 വട്ടം. പിന്നെ റിസംബ്ലൻസ് അതൊരു 3-4 വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റിസംബ്ലൻസ് ഡിസ്റ്റിങ്വിഷൻ. DNA RNA ഒരു 3-4 വട്ടം. വൈറ്റമിൻസ് ഡെഫിഷ്യൻസി 1-2 വട്ടം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.